നമസ്കാരം. അടുക്കള റാണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മധുരപലഹാരങ്ങളില്ലാതെ ഒരു ആഘോഷങ്ങളും ഉണ്ടാവാറില്ല. ഇന്ന് നമുക്ക് അടിപൊളി ഒരു സ്വീറ്റ്സ് ആയാലോ? റവ കൊണ്ടുള്ള ലഡ്ഡുവാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. വളരെ എളുപ്പത്തിലും വേഗത്തിലും തയ്യാറാക്കാവുന്ന ഒരു പലഹാരമാണ് റവ കൊണ്ടുള്ള ലഡ്ഡു. വളരെ സ്വാദിഷ്ടമായ ഒരു പലഹാരമാണിത്. ഇത് ഒരാഴ്ച വരെ കേടുകൂടാതിരിക്കും. നമ്മൾ വായു കടക്കാത്ത ടിന്നിലടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച വരെ നമുക്ക് വെച്ചിരുന്ന് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്നും ഒക്കെ നമുക്ക് നോക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം. ഞാനിവിടെ 1 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. പീനട്ട്സ്, കാജു, ബദാം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് 1 കപ്പ് എടുത്തിരിക്കുന്നത്. ആ ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ മിക്സറിലിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് തരിയുള്ള രീതിയിലാണ് ഞാനിവിടെ പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇവിടെ ഞാനൊരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യ് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഉണക്കമുന്തിരിങ്ങ നമുക്കിങ്ങ് നന്നായിട്ട് വറുത്ത് ഇങ്ങ് കോരിയെടുക്കാം. വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ നെയ്യിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് അത് ചേർത്ത് കൊടുക്കാം. അതിട്ട് കൊടുത്ത് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം, റോസ്റ്റ് ചെയ്തെടുക്കണം. റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് റവയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി അതിനകത്തേക്ക് തന്നെ ഞാൻ അര കപ്പ് തിരുമ്മിയ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. 1 കപ്പ് തിരുമ്മിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിച്ച് റോസ്റ്റ് ചെയ്തെടുക്കണം. എപ്പോഴും ഫ്ലെയിം ലോ ആയിരിക്കണം. വളരെ ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് റോസ്റ്റ് ചെയ്യാനായിട്ട്. ഫ്ലെയിം കൂട്ടി വെക്കരുത്. കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അടിയിലെല്ലാം കരിഞ്ഞു പിടിക്കും. ഒരു 2-3 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമുക്ക് മൊത്തത്തിൽ ഇത് റോസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 5 to 6 മിനിറ്റ്സ് വേണ്ടി വരികയുള്ളൂ. നെയ്ക്കകത്ത് റവയും തേങ്ങയൊക്കെ മൂത്ത് വരുന്നതിന് നല്ല ഒരു മണവും ഒരു ഗോൾഡൻ കളറും ആകും. ആ സമയം വരെയാണ് നമ്മളിത് ഇളക്കി കൊടുക്കേണ്ടത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 6 മിനിറ്റ്സ് ആയി കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1.5 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ പഞ്ചസാരയും കൂടെ ചേർത്ത് എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കണം. മധുരം ചേർത്തതിന് ശേഷം വീണ്ടും തീ കൂട്ടി വെച്ചിട്ട് ഇളക്കാനൊന്നും പാടില്ല. അപ്പോൾ തന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പഞ്ചസാര ഇട്ടാലും മതി. ഇനി പഞ്ചസാര ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഇത് തണുത്തതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കും. ഞാനിവിടെ പഞ്ചസാര ചേർത്തു. ഇനി ഇതിനകത്തേക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. നന്നായി തണുത്തതിന് ശേഷം ഞാനത് മിക്സിയിലിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണ്. ഇങ്ങനെ പൊടിച്ചെടുത്തത് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. മിക്സിയുടെ ജാറിൽ നിന്ന് മുഴുവനായിട്ട് ഇതിനകത്തേക്ക് മാറ്റിയതിന് ശേഷം കുറേശ്ശെ പാലൊഴിച്ച് കുഴച്ച് കൊടുക്കണം. തിളപ്പിച്ച് ചെറിയ ചൂടുള്ള പാലാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പാലാണ് ഇവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത്രയും പാലിൻ്റെ ആവശ്യമുള്ളൂ. അത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് അത്രയും പാലിൽ തന്നെ. കൂടുതൽ ഒഴിച്ചാൽ ഒരുപാട് വെള്ളമായി പോവും. അങ്ങനെ ഒഴിച്ചു കൊടുക്കരുത്. കറക്റ്റ് അളവിന് തന്നെ പാലൊഴിച്ചു കൊടുക്കണം. ഈ രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരിങ്ങയും അതുകൂടാതെ ഞാൻ റോസ്റ്റഡ് റവ, ഒരു വറുത്ത റവ 2 ടേബിൾ സ്പൂൺ, അത് തരിതരിയായിട്ട് ഇടയ്ക്ക് കടിക്കാൻ വേണ്ടിയിട്ടാണ്. ലഡ്ഡു കഴിക്കുമ്പോഴൊരു തരി ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ റോസ്റ്റഡ് റവയും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്.
റവ ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ റവ ചേർത്ത് കൊടുത്ത് നമ്മൾ ലഡ്ഡു ഉണ്ടാക്കുമ്പോൾ അത് കഴിക്കുമ്പോൾ നല്ലൊരു ക്രിസ്പിനെസ്സും കിട്ടും, നല്ല കാണാനും നല്ല ഭംഗിയായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് റോസ്റ്റഡ് റവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്, 2 ടേബിൾ സ്പൂൺ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ കൈ കൊണ്ടല്ല ചെയ്തിരിക്കുന്നത്, ഇത് സ്പൂൺ കൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. കൈ കൊണ്ട് വേണമെങ്കിലും മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്, നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇവിടെ ഇത് നല്ല തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് റൗണ്ട് ഷേപ്പിൽ ഇത് ഉരുട്ടിയെടുക്കാം. ലഡ്ഡുവിൻ്റെ ഷേപ്പിൽ നമുക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ മുഴുവൻ മാവ് ഉരുട്ടിയെടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുകളിലൂടെ കുറച്ച് റോസ്റ്റഡ് റവ, വറുത്ത് വെച്ചിരിക്കുന്ന റവ ഒന്ന് വിതറി കൊടുക്കാം. അപ്പോൾ അത് ഇങ്ങനെ പുറമേ ഇങ്ങനെ കിടക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. ഈ രീതിയിൽ നമുക്ക് ലഡ്ഡു തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ റവ ലഡ്ഡു തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ.